ഹായ് ഹലോ ബിഗ് ബോസ് സീസൺ 7-ൽ ആനിമോൾ വേഴ്സസ് ജിസൈൽ വലിയൊരു പ്രശ്നം ഉണ്ടായേക്കാണ്. നമുക്ക് നോക്കാം ഈ പ്രശ്നം എങ്ങനെയാണ് തുടങ്ങിയത്, ഇതിൻ്റെ കറണ്ട് സിറ്റുവേഷൻ എങ്ങനെയാണ് നമുക്ക് നോക്കിയാലോ. ഇവിടെ ആദ്യം അനിമോൾ ബാത്റൂം ഏരിയയിൽ നിൽക്കുന്ന സമയത്ത് ആര്യൻ ഒരു ഇന്നർ എടുത്ത് ചൂണ്ടിക്കാണിക്കുകയാണ്, അല്ലെങ്കിൽ ക്യാമറയ്ക്ക് മുന്നിൽ കാണിക്കുകയാണ്. അത് ലേഡീസിൻ്റെ ആയിരുന്നു, അത് അനിമോളുടെ അല്ല താനും. പക്ഷേ അനിമോൾ അത് മാറ്റി വെച്ചു. പക്ഷേ ഈ മാറ്റി വെച്ച സാധനം ജിസേലിൻ്റെ ആയിരുന്നു. ജിസേൽ വിചാരിച്ചത് ഇത് അനിമോൾ ക്യാമറയ്ക്ക് മുന്നിൽ കാട്ടി എന്നാണ്. ആ പ്രശ്നം അവിടെ അങ്ങനെ ഒന്നാമത്തെ സ്റ്റാർട്ട് ചെയ്തു. രണ്ടാമത്തത്, അനിമോൾ കുളിക്കുമ്പോൾ ബാത്റൂമിൻ്റെ ഏരിയനകത്ത് മൈക്ക് തൂക്കിയിട്ടു. കുളിച്ചിറങ്ങി വന്നപ്പോൾ അനിമോൾ മൈക്ക് നോക്കിയില്ല, പേര് നോക്കിയില്ല, ആ മൈക്ക് അങ്ങനെ പടിയെ എടുത്തിട്ടിട്ട് പോയി. കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് ആരോ പറഞ്ഞത് അത് ജിസേലിൻ്റെ മൈക്കാണെന്ന്. സ്പോട്ടിൽ തന്നെ അത് ഊരി എടുത്തോടത്ത് കൊണ്ടുവച്ചിട്ട് അനിമോളുടെ മൈക്ക് എടുത്തിട്ട് പോയി. ഇവിടെ ജിസേൽ ആരോപിക്കുന്ന ഉന്നയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരമണിക്കൂറോളം തൻ്റെ മൈക്ക് അനിമോൾ ഒളിപ്പിച്ചു വെച്ചു എന്നാണ്. അങ്ങനെ സെക്കൻഡ് പ്രശ്നം അവിടെ ഉണ്ടായി. തേർഡ് പ്രശ്നം ഇതുപോലെ തന്നെയാണ്. ചായ ഉണ്ടാക്കുന്ന സമയത്ത് ഗ്യാസ് ഒരുപാട് സമയം നമ്മൾ ഈ ചായക്ക് കടുപ്പം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കത്തിച്ചുകൊണ്ടിരുന്ന് ഓഫ് ചെയ്ത് കൂട്ടി അങ്ങനെ ഒരു സംഭവമുണ്ട്. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അനിമോൾ ഗ്യാസ് പാഴാക്കുന്നുണ്ടിട്ട് അത് ഓഫ് ചെയ്തു. ഇതിന് പ്രതികാരമായിട്ട് കട്ടൻ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അനിമോളുടെ ഗ്യാസ് വന്നിട്ട് ജിസേൽ ഓഫ് ചെയ്തു. ഇവിടെ അതിനേക്കാൾ വലിയൊരു പ്രശ്നം ജിസേൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എല്ലാവർക്കും ഒരുപോലെയാണ് റൂൾസ്. ഈ റൂൾസ് എല്ലാം പല കാരണങ്ങൾ കൊണ്ടും ജിസേൽ തെറ്റിക്കുന്നുണ്ട്. ഒന്നാമത്തത് ഡ്രസ്സ്, രണ്ടാമത്തത് ആക്സസറീസ്, അല്ലെങ്കിൽ അവരുടെ മേക്കപ്പ് ഐറ്റംസ്. ഇത് അവർ പലവരുടെ നിന്ന് എടുത്ത് അവർ പോലും അറിയാണ്ട് എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഇന്നത്തെ ആര്യൻ്റെ ഇഷ്യൂവിനകത്ത് ആര്യൻ അറിഞ്ഞിട്ടില്ല ആര്യൻ്റെ കയ്യിൽ നിന്ന് സാധനം എടുത്തേക്കുന്നത്. ആര്യൻ അതിന് ചൂടാവുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 അനൗൺസ് ചെയ്യാണ് ഒരു ഘട്ടത്തിൽ, റൂൾസ് നിങ്ങൾ തെറ്റിക്കുന്നു, അതുകൊണ്ട് ഈ സീസൺ നിർത്തിവെക്കാൻ പോകണം. കാരണം അതിന് മുന്നത്തെ ഫസ്റ്റ് എപ്പിസോഡിനത് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജിസേലിന് വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. ഇത് പറയുമ്പോൾ ഇവിടെ വന്നാകുന്ന കണ്ടസ്റ്റൻസ് ഓർക്കണം, അവർ ഈ സീസണിലോട്ട് വരുമ്പോൾ അവർക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. എല്ലാവരും വിൻ ചെയ്യാനായിട്ട് വന്നേക്കുന്നത്. ഒരാൾ കാരണം ആ സീസൺ തന്നെ നിർത്തിവെക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അത് ഇല്ലാണ്ടാക്കേണ്ട കടമ ആരുടേതാണ്? മറ്റുള്ളവരുടേതാണ് അല്ലേ? ആക്സസറീസോ മറ്റു കാര്യങ്ങളോ ബിഗ് ബോസിൻ്റെ റൂൾസ് തെറ്റിച്ച് ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എല്ലാവരും ഒരുപോലെ പാലിക്കേണ്ട റൂളാണ്. ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് എന്താ പറയുക, അത് കയ്യോടെ ക്ലിയർ ചെയ്യേണ്ടതും ചുറ്റും നിൽക്കുന്നവരാണ്. പക്ഷേ ഇവിടെ ജിസേൽ ചെയ്യുന്ന കാര്യങ്ങൾ അവിടുത്തെ ഭൂരിപക്ഷം ആളുകളും കൂട്ടു നിൽക്കുന്നു എന്നല്ലാണ്ട് ആരും അതിനെ എതിർക്കുന്നില്ല. കാരണം അവരുടെ മുന്നിനകത്ത് ജിസേൽ എന്ന് പറയുന്നത് ഒരു ഹിന്ദിയിലെ ബിഗ് ബോസ് ഷോ അറ്റൻഡ് ചെയ്ത് വന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അവർ ചെയ്യുന്ന പല കാര്യങ്ങളിനകത്ത് റൈറ്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ കറക്റ്റ് വഴി ഇതാണ് എന്ന് വിചാരിച്ചിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ ഒപ്പം നിന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടി കാര്യങ്ങൾ മുൻപോട്ട് എളുപ്പത്തിൽ പോകാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഇവരിത് ചെയ്യുന്നത്.
ഇവിടെയാണ് അനുമോളിനെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടത്. കാരണം ഇത്രയും വലിയൊരു പ്രശ്നം ബിഗ് ബോസ് ഷോ തന്നെ നിർത്തിവെക്കാൻ കാരണമാകും എന്ന് പറയുന്ന ഒരു കാര്യത്തെ ചൂണ്ടിക്കാണിക്കാനും അതിനെതിരെ പ്രവർത്തിക്കാനും പ്രതികരിക്കാനും അനുമോൾക്ക് കഴിഞ്ഞു. അത് വലിയൊരു പ്ലസ് പോയിന്റ് ആയിരുന്നു അനുമോളുടെ. അനുമോള് ഇന്ന് മത്സരാർത്ഥികളോട് പറയുന്നൊരു കാര്യമുണ്ട്. 30 ദിവസവും അവർക്ക് പുറത്ത് ഇന്ന് ദൈവം സഹായിച്ച് വർക്കുണ്ട്. പക്ഷേ അവരൊരു ആർട്ടിസ്റ്റാണ്. നമുക്കെല്ലാവർക്കും അറിയാം ആർട്ടിസ്റ്റിൻ്റെ ജീവിതം എന്ന് വെച്ചാൽ എപ്പോൾ അത് അവസാനിക്കുമെന്ന് പറയാൻ പറ്റില്ല. അവരിന്ന് പോകുന്ന ആ ഒരു ലൈഫ് ചിലപ്പോൾ അവർക്ക് നാളെ ഡൗൺ ആയിപ്പോവും. അവരിന്ന് സേവ് ചെയ്ത് വെക്കുന്നതാണ് അവരുടെ കയ്യിലുള്ള അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ബിഗ് ബോസ് എന്ന ഷോയിലോട്ട് അനുമോള് വന്നത്. ഒരു ദിവസം അവിടെ നിൽക്കുമ്പോഴും അത് ആഡഡ് ആണ്. അവർക്ക് കിട്ടുന്ന പ്ലസ് ആണ്. അവരുടെ മൈലേജ് കുറച്ചുകൂടി മുന്നോട്ട് പോകും. അങ്ങനെയുള്ളൊരു ഷോയെ മറ്റൊരു മത്സരാർത്ഥി കാരണം നിന്ന് പോകുമെന്ന് പറയുമ്പോൾ അതിനെതിരെ പ്രതികരിച്ചത്, പ്രവർത്തിച്ചത് അനുമോളുടെ ഏറ്റവും വലിയ പ്ലസ് ആണ്. അവിടെ മറ്റാരും ഈ കാര്യം ചെയ്തിട്ടില്ല. പക്ഷെ അനുമോളിലൂടെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ജിസയിൽ ഇല്ലാത്തൊരു സമയത്ത് 2-3 പേര് അനുമോളുടെ ഒപ്പം ഉണ്ട്, അവരോട് സംസാരിക്കുകയാണ്. പക്ഷേ ജിസയിലിൻ്റെ ബെഡിൻ്റെ ഡ്രോയർ തുറന്നു. അത് ജിസയിൽ വന്ന് നോക്കി. അത് ഫസ്റ്റ് ടൈമാണ് എന്നെ ചെയ്തത്. പക്ഷേ ആ ചെയ്തത് തെറ്റാണ്. കാരണം കുറച്ച് പേര് നിൽക്കാതെ അവരത് ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. എല്ലാവരും കൂട്ടി ചെയ്യണമായിരുന്നു. 2, ഇന്ന് അത്രയും പ്രശ്നങ്ങളുണ്ടായപ്പോൾ, അതായത് അനുമോളുടെ ഇന്നത്തെ ഡേ നമുക്കറിയാം. ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരുന്നു. ആൾ രാവിലെ മുതൽ ഭയങ്കര ബോഡി ലാംഗ്വേജ് കണ്ടാലറിയാം. ആ സമയത്താണ് ബാക്കി എല്ലാവരും നോമിനേഷൻ സമയത്ത് അനുമോളെ കൂകുന്നത്. ഇന്ന് അനുമോളെ ഇഗ്നോർ ചെയ്ത് കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ടായി. ജിസയിൽ രാവിലെ തന്നെ അത് ജിസേലിൻ്റെ ഗെയിമാണ്. അടുക്കളയിൽ നിന്ന് അത് ആ ഫുഡ് എടുത്ത് കഴിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പല കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ അനുമോൾ ഓൾറെഡി പൊട്ടാൻ നിൽക്കുന്ന ഒരാളായിരുന്നു. ആ സമയത്താണ് ചെയ്യാത്തൊരു കാര്യത്തിൻ്റെ പേരിനകത്ത്, ചെയ്യാത്തൊരു കാര്യം എന്ന് വെച്ചാൽ കട്ടെടുത്ത് തിന്നു എന്നുള്ള ഒരു ആരോപണം ജിസയിൽ മനഃപൂർവ്വം വെക്കുന്നത്. അത് വലിയൊരു തെറ്റാണ്. കാരണം ചെയ്യാത്തൊരു കാര്യമാണ്. അതങ്ങനെ പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുമോൾ നന്നായിട്ട് എന്താ പറയുക റേസായി. ശരിക്കും അങ്ങനെ റേസ് ആവാൻ പാടില്ല. ഉറച്ചു നിൽക്കേണ്ട സ്ഥലത്ത് അനുമോൾ ഇമോഷണലി വീക്കായി. ഞാൻ ആ കരച്ചിലൊരിക്കലും ഫേക്ക് എന്ന് പറയില്ല. കാരണം ഒരാളുടെ ഇമോഷനാണ് കരയുക, ചിരിക്കുക, സന്തോഷിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇമോഷൻ അത് പക്ക എന്താ പറയുക, നമുക്കൊരാൾ നീ കരയുന്നതുകൊണ്ട് ഫേക്കാണെന്നൊന്നും പറയാൻ പറ്റില്ല. അനുമോളത് ഫേക്കായിട്ട് കരഞ്ഞതുമല്ല. കാണുന്നവർക്ക് നല്ല എവിഡൻ്റ് ആയിട്ട് അത് മനസ്സിലാവും. പക്ഷേ ഇവിടെ അനുമോൾ അതിന് ശേഷം ജിസേലിൻ്റെ അടുത്തോട്ട് ചെന്നിട്ട് കുറച്ചധികം ക്ലോസ് ആയി നിന്ന് സംസാരിക്കണം. അപ്പോൾ ജിസേലിൻ്റെ കൈ അനുമോൾ തട്ടി മാറ്റുന്നുണ്ട്. ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരാളുടെ ഇടയിനകത്ത് കൈ അവരുടെ ആക്ഷനിൽ വരുമ്പോൾ ആ കൈ അവർ തട്ടി മാറ്റുന്നുണ്ട്. അനുമോൾ തട്ടി മാറ്റുകയാണ് ചെയ്തത്, അല്ലാണ്ട് അടിച്ചിട്ടില്ല എന്നുള്ളത് എവിഡൻ്റ് ആയിട്ട് അവിടെ കാണുന്നുണ്ട്. പക്ഷേ അത് ജിസയിൽ ഒരു ഫിസിക്കൽ അസോൾട്ടായിട്ട് ഉന്നയിച്ചിട്ടുണ്ട് ക്യാമറയ്ക്ക് മുന്നിൽ. അപ്പാനി പറഞ്ഞതിന് ശേഷം അതൊരു ഫിസിക്കൽ അലിഗേഷനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ആഫ്റ്റർ എഫക്റ്റ് നമ്മൾ അറിയുന്നത് നാളത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡിലാണ്. ഇവിടെ അനുമോളുടെ ഗ്രാഫ് നല്ല കൂടിയാണ് ഇരുന്നേച്ചത്. പക്ഷേ ഇന്ന് അനുമോൾ കുറച്ച് ഡൗൺ ആയിട്ടുണ്ട്. അത് ഈ ഒരു കാര്യം കൊണ്ടിട്ടാണ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായം അത് ഏത് തന്നെയാണെങ്കിലും കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.